ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന 4 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഭൂൽ കവിതയുടെ ആസ്വാദൻ ടിപ്പണി അല്ലെങ്കിൽ ആശയലേഖൻ. ശരിക്കും ഈ ഒരു ടിപ്പണി പഠിക്കുന്ന സമയത്ത് നമ്മൾ 4 മാർക്കിനും 1 മാർക്കിനും 2 മാർക്കിനും മൊത്തത്തിൽ 7 മാർക്കാണ് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നേടാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഭൂൽ എന്ന കവിത എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാം ദരശ് മിശ്ര ആണ്. നോക്കാം. राम दरश मिश्र की कविता भूल में कवि ने प्राकृतिक और कृत्रिमता के बीच के अंतर को गहराई से समझाया है. അതായത് ഇവിടെ കവി ആരാണ്? കവി രാംദർശ് മിശ്ര. അദ്ദേഹം പൂവ് എന്ന കവിതയിലൂടെ പ്രകൃതിയാലുള്ളതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഒരു അന്തരത്തെയാണ് കാണിക്കുന്നത്. കവിത കി ശുരുആത് में കവിതയുടെ തുടക്കത്തിൽ ബാസാർ മേ പ്ലാസ്റ്റിക് കെ ഫൂലോം കി സുന്ദരതാ കോ ദേഖ്കർ പ്രഭാവിത് ഹോത്തെ ഹെ. ഇവിടെ കവി എന്ത് ചെയ്യാണ്? പുറത്തെ മാർക്കറ്റിലെ പ്ലാസ്റ്റിക് പൂക്കൾ കണ്ടപ്പോ അതിന്റെ ഒരു ഭംഗിയിൽ മുഴുകി പോവുകയാണ്. യേ ഭൂൽ ബിനാ മിട്ടി ഖാദ് പാനി ഓർ മൗസം കെ ബദൽത്തെ കെ ഹമേശാ ഖിൽത്തെ രഹത്തെ. അത് എപ്പോഴും എന്താണ്? വെള്ളം വേണ്ട, മണ്ണ് വേണ്ട, വളം വേണ്ട, ഇതൊന്നുമില്ലാതെ കാലാവസ്ഥ പോലും മാനിക്കാതെ എന്ത് ചെയ്യാണ്? എപ്പോഴും വിരിഞ്ഞ് തന്നെ ഇരിക്കും. ഇതാണ് പ്ലാസ്റ്റിക് പൂക്കളുടെ പ്രത്യേകത. കവി കോ യേ ഫൂൽ ഇത്നെ അച്ഛേ ലഗ്തേ ഹേ കി വേ അപ്നെ ഘർ കെ പ്രാകൃതിക് ഫൂലോം കോ ഹട്ടാക്കർ പ്ലാസ്റ്റിക് കെ ഫൂലോം സേ ഘർ സജാ ലേത്തെ ഹേ. അതായത് ഇവിടെ കവി ഈ ഒരു കാരണം കൊണ്ട് തന്റെ വീട്ടിലുള്ള പ്രകൃതിയായുള്ള പൂക്കളെ ഒക്കെ നശിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക് പൂക്കൾ വെക്കുകയാണ്. അപ്പം ഇത് 2 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരവാണ്. എന്തുകൊണ്ടാണ് കവി അങ്ങനെ പ്രകൃതിയായുള്ള പൂക്കളെയൊക്കെ നശിപ്പിച്ച് നമ്മുടെ കൃത്രിമത്വമുള്ള അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അവിടെ വെക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇതാണ് ഉത്തരം. അപ്പൊ ഇത് 2 മാർക്കിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ്. എന്താണ്? അതിന് മിട്ടി വേണ്ട, വളം വേണ്ട, വെള്ളം വേണ്ട. ഓക്കെ, അടുത്ത നോക്കാം. സമയ ബീത്താ ഹെ. സമയം ഇങ്ങനെ കടന്നു പോവാണ്. ഓർ ഘർ പ്ലാസ്റ്റിക് കെ ഫൂലോം കി ഏക രസദാ മേ ഡൂബ് ജാതാ ഹെ. വീട് മുഴുവനും പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. हवा मधुमक्खियां और खुद कवि को असली फूलों की गंध और रस की कमी महसूस होती है, फिर भी कवि चुप रहता है. അപ്പൊ അവിടേക്ക് കാറ്റും മധുമക്കി തേനീച്ചകളും അതുപോലെ തന്നെ കവിക്ക് സ്വയം തന്നെ നമ്മുടെ പ്രകൃതിയായുള്ള പൂക്കളെ മിസ് ചെയ്യാൻ തുടങ്ങി. അതിനെയൊക്കെ ആവശ്യമായി വന്നു. പക്ഷെ കവി എന്ത് ചെയ്തു? ഒന്നിനും ഒരു റിപ്ലൈ കൊടുക്കാതെ മിണ്ടാതെ നിന്നു. അല്ലെ? പത്നി പൂജ और श्रृंगार के लिए असली फूलों की मांग करती है. അപ്പൊ അവിടെ നമ്മുടെ കവിയുടെ വൈഫ് എന്ത് ചെയ്യാണ്? പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കുമുള്ള പൂക്കളെ ആവശ്യപ്പെടുകയാണ്. ലേക്കിൻ കവി തബ് ഭി ചുപ് രഹതാ ഹെ. അപ്പോഴും കവി മിണ്ടാതെയിരുന്നു. അന്തതാ കവി കാ ബച്ച ഫൂലോം കി പെഹചാൻ കെ ലിയെ. അവസാനം കവിയുടെ കുട്ടി എന്ത് ചെയ്യാണ്? പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി അസലി ഫൂലോം കി മാങ് കർത്താ ഹെ. ശരിയായ പൂക്കളെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ജിസ്സെ കവി കാ ദിൽ ഹാഹാകാർ കർ ഉഡ്താ ഹെ. അപ്പോഴാണ് കവിയുടെ മനസ്സുണർന്നത്. उन्हें एहसास होता है कि उन्होंने बच्चों को प्राकृतिक फूलों की सुंदरता और पहचान से वंचित कर दिया. അപ്പോഴാണ് കവിക്ക് മനസ്സിലാവുന്നത് ഈ കവി എല്ലാരിൽ നിന്നും പ്രകൃതിയായുള്ള പൂക്കളെ അതിന്റെ ആ ഒരു പ്രകൃതിയായുള്ള പൂക്കളുടെ സുന്ദരതയെല്ലാം അതിനെ തിരിച്ചറിയുന്നതെല്ലാം എന്ത് ചെയ്യാണ്? കവി അവിടെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഇവിടെ പറയുകയാണ്. നോക്കൂ. ഇസ് എഹസാസ് കെ ബാദ് കവി സാരേ പ്ലാസ്റ്റിക് കെ ഫൂൽ തോട് ദേത്തെ ഹെ. അപ്പൊ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? കവി എല്ലാ പ്ലാസ്റ്റിക് പൂക്കളെയും തോട് ദേത്തെ ഹെ വലിച്ചെറിഞ്ഞു. ഓർ അപ്നെ ആംഗൻ കി മിട്ടി സേ ഫിർ സേ ജുഡ് ജാത്തെ ഹെ. തന്റെ വീട്ടുമുറ്റത്തെ മണ്ണില് വീണ്ടും എന്ത് ചെയ്യാണ്? പ്രകൃതിയായുള്ള പൂക്കളെ കുഴിച്ചിടുകയാണ്. ജബ് വേ മിട്ടി കെ സാത്ത് കാം കർത്തെ ഹെ. അപ്പോ കവി മണ്ണുമായിട്ട് വളരെയധികം ലയിക്കാണ്. തോ മിട്ടി മുസ്കുരാത്തി ഹെ. അപ്പോ മണ്ണ് ചിരിക്കുകയാണ്. ഹവാ ഖിൽ ഖിലാത്തി ഹെ. കാറ്റ് വളരെയധികം സന്തോഷിക്കുകയാണ്. ഓർ ജൽ ഗാനെ ലഗ്താ ഹെ. വെള്ളം പോലും എന്താ കളകളാരവം എന്ന് പറയില്ലേ, അതുപോലെ വെള്ളം പോലും ആഘോഷിക്കുകയാണ്. യെ പ്രകൃതി കി ഓർ വാപ്പസി പ്രാകൃതിക് ജീവൻ കി സച്ചി സുന്ദരതാ കാ പ്രതീക് ഹെ. അപ്പോ 1 മാർക്കിന്റെ ചോദിക്കും, ഇത് എന്തിന്റെ പ്രതീകമാണ്? സച്ചി സുന്ദരത അല്ലെങ്കിൽ പ്രാകൃതിക് ജീവൻ കി സച്ചി സുന്ദരത കാ പ്രതീക് ഹെ. എന്ത്? നമ്മുടെ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവ് ആരുടെ? കവിയുടെ. കവി ആരാണ്? രാം ദരശ് മിശ്ര. അപ്പോ ഇത്രയും ചോദ്യങ്ങള് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 7 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുക. ഓക്കെ, ബൈ.